മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ 5 മാർക്ക് വേണമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അതേടാ, ഡയറി എന്ത് ചോദ്യം വന്നാലും ഉത്തരതാ ഞാൻ ഈ തരുന്നതാണ്. ഈ ഉത്തരം എഴുതി വെച്ചാൽ 5 മാർക്ക് ഗ്യാരണ്ടി ആണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾ എങ്ങനെയാണ് സാറ് ഡയറി എഴുതുക? നമ്മളൊരു ബോക്സ് വരയ്ക്കുക, കണ്ടില്ലേ? ബോക്സ് വരയ്ക്കുക. ഈ ബോക്സിന് ശേഷം ഇവിടെ വലിയ അക്ഷരത്തിൽ ഡയറി എന്ന് എഴുതി വെക്കുക, വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ഡയറി എന്ന് എഴുതി വെക്കുക. ഇതിന് ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുക, 16/2/24 ഡേറ്റ് കൊടുക്കുക, 24, 25, 26 ഡേറ്റ് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? മൺഡേ ഡേ കൊടുക്കുക. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരാണ്. ഇതങ്ങനെ എഴുതി വെക്കുക. ആരുടെ ഡയറി ആണെങ്കിലും നിങ്ങളിപ്പോൾ ഹോഷ്കോമിന്റെ മൈൻഡിൽ കരുതി നോക്കൂ. ഹോഷ്കോം അന്നത്തെ ദിവസത്തെ ഡയറി എഴുതിയാണെങ്കിൽ എങ്ങനെ എഴുതിയിരിക്കും നോക്കൂ നിങ്ങൾ. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇല്ലേ? ഇനി പലായോ എലിസണ്ട ആരാണെങ്കിലും ശരി, ഈ ഡയറി എഴുതി വെച്ചോളൂ കേട്ടോ. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്. എൻ്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കണം എനിക്കറിയില്ല. ഇറ്റ് വാസ് സച്ച് എ, അല്ലേ? ഹോഷ്കോം ആണെങ്കിൽ എങ്ങനെ പറയാം? സച്ച് എ സാഡസ്റ്റ് ഡേ ദാറ്റ് ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ദിവസങ്ങളിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ആ ഒരു ദിവസം അല്ലേ? സി, നിങ്ങൾ നോക്കൂ, പെലായോര് പറയണം കേട്ടോ, അവർക്ക് ഒരുപാട് പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഡയറി എഴുതുന്നെങ്കിൽ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ദാറ്റ് ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. മനസ്സിലായോ നിങ്ങൾ? അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. കണ്ട, സന്തോഷമാണെങ്കിൽ വണ്ടർഫുൾ, ദുഃഖമാണെങ്കിൽ സാഡസ്റ്റ് കേട്ടോ. നോക്കൂ, ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും എന്താണ് അനുഭവം എന്നുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹോഷ്കോമിന് എന്ത് കിട്ടി? ഒരു പീസ് ഓഫ് സ്ട്രിങ് കിട്ടി, അല്ലേ? അത് അവൻ എന്ത് ചെയ്തു? മറ്റേ അവൻ്റെ ഫ്രണ്ട് മെലൻഡൈനും തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ സാധനമില്ലേ? ആ പോയിന്റ് ഉണ്ടാവും. അത് ഹോഷ്കോം എന്നുള്ള എന്താക്കിയാൽ മതി? പറ, ഐ എന്നാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തി മിഡിൽ എഴുതി വെക്കുക. ശേഷം നോക്കൂ, എനിവേ ഏതായാലും നോക്കൂ, ഐ എം ടു ടയേർഡ്. ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്. ഐ കാണ്ട് ഈവൻ മൂവ് മൈ പെൻ. എൻ്റെ പേന ചലിപ്പിക്കാൻ പോലും പറ്റണില്ല. ഐ ഫീൽ സ്ലീപ്പ്. എനിക്ക് ഉറക്ക് വരുന്നുണ്ട്. ഐ വിൽ റൈറ്റ് മോർ അബൌട്ട് ദിസ് ബാക്ക്. ഞാൻ അതിനെ കുറിച്ചൊക്കെ പിന്നീട് കൂടുതൽ എഴുതുന്നുണ്ട് കേട്ടോ. ഐ സ്റ്റോപ്പ് മൈ റൈറ്റിംഗ്. ഞാൻ എൻ്റെ എഴുത്ത് നിർത്തുന്നു. ഐ പ്രേ ടു ഗോഡ് ടു ഗ്രാൻഡ് മീ എ വണ്ടർഫുൾ ടുമോറോ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം നല്ലൊരു നാളെ തരാൻ വേണ്ടിയിട്ട്, വിത്ത് ഫുൾ ഓഫ് ഹാപ്പി ആൻഡ് ജോയ്. നല്ല സന്തോഷമുള്ളൊരു നാളെ ദൈവമേ നീ എനിക്ക് നൽകണം കേട്ടോ. ഇന്ന് കിട്ടിയത് സന്തോഷമാണെങ്കിലും നാളെ സന്തോഷമായിക്കോട്ടെ. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇന്ന് രാത്രിയത്തെ ലൈവിൽ വായോ. നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കാണാം. ബൈ.